യാഥാർത്ഥ്യത്തിന് നിങ്ങൾക്ക് കണ്ടറിയാവുന്ന അളവുകൾ മാത്രമാണോ ഉള്ളത്, അതോ അതിലധികം അളവുകളുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നേച്ചർ എക്സ്പ്രസസ് ഇറ്റ്സെൽഫ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ബിയോണ്ട് വാട്ട് വി ക്യാൻ സീ ഓർ പെർസീവ്. 3-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ പ്രകൃതി സമഗ്ര നിലനിൽപ്പും നമ്മുടെ സ്ഥാനവും എന്നുള്ളതാണ് വിഷയം. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രകൃതിയുടെ പഞ്ചമാനങ്ങളെ കുറിച്ചാണ്. എന്താണ് പ്രകൃതിയുടെ പഞ്ചമാനങ്ങൾ? പഞ്ചമാനം എന്ന ആശയം എങ്ങനെ ഉണ്ടാവുന്നു? എന്താണ് യാഥാർത്ഥ്യത്തിന്റെ ബഹുമാന സ്വഭാവം എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം. സന്തോഷകരമായിട്ട്, സൗഖ്യകരമായിട്ട് അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. പ്രകൃതിയുടെ ഒരു സമഗ്രമായ എക്സിസ്റ്റൻസ് എന്താണ്, അതെങ്ങനെയാണ്, നമ്മുടെ അതിനകത്തെ പൊസിഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസാരിച്ചു വരുന്നത്. അപ്പോ പ്രകൃതി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ പ്രകൃതിയുടെ വിവിധ മാനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ പ്രകൃതിയുടെ വിവിധ തരം അളവുകൾ, മാനങ്ങൾ എന്ന് പറയുമ്പോൾ അളവുകളാണ്. ഈ അളവുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു പെന്റാക്കുലർ ഡയമെൻഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെന്റാക്കിൾ എന്ന് വെച്ചാൽ പഞ്ചകം. ആ പെന്റാക്കുലർ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ. അപ്പൊ അവിടെ ആണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ചോദ്യം ചോദിച്ചത്, യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് കണ്ടറിയാവുന്ന അളവുകൾ മാത്രമാണോ, അത് അതിലധികം അളവുകളുണ്ട്? കാരണം കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, അത്രയും അളവുകളാണോ, അതിലും അധികമുണ്ടോ എന്നൊരു ചോദ്യം. അവിടെയാണ് നമ്മൾ 1-2 കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രകൃതിയിൽ 5 അളവുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ 5 അളവുകൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 5 അളവുകളാണോ സത്യത്തിലുള്ളതല്ല, ഇഷ്ടംപോലെ അളവുകളുണ്ട്. മനുഷ്യന് കണക്കാക്കാൻ പറ്റുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ്, അല്ലെ? കണ്ണുകൊണ്ട് നീളം, വീതി, ഉയരം തുടങ്ങിയ കാര്യങ്ങളെ കാണാം. ഒന്നിന്റെ ചലന വേഗത്തെ അതിന്റെ നിറം കൊണ്ടറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ കമ്പനം, പുറപ്പെടുവിക്കുന്ന ശബ്ദം കൊണ്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഘടനയുടെ സ്വഭാവത്തെ നമ്മുടെ സ്പർശം കൊണ്ടറിയാൻ പറ്റും. അതിന്റെ രാസിക സ്വഭാവത്തെ നമുക്ക് ഗന്ധം കൊണ്ടറിയാൻ പറ്റും. അത് തന്നെ രാസികമായിട്ടുള്ള മറ്റൊരു സ്വഭാവത്തെ നമുക്ക് രസം കൊണ്ടറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രകൃതിയിലെ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. അതിനനുസരിച്ച് 5 അളവുകളിൽ നമുക്ക് മുമ്പിൽ കാണുന്ന വസ്തുവിനെ കാണാൻ കഴിയും. ഓരോ അളവും വ്യത്യസ്തമായിട്ടുള്ള ആയിരിക്കും, അല്ലെ? ഇപ്പോ കടുത്ത ഗന്ധമുള്ളതിന് ചിലപ്പോൾ കാഴ്ചയിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും, പക്ഷെ കടുത്ത ഗന്ധമായിരിക്കും അതിനുണ്ടാവുക. അപ്പോ ഇത് ഓരോന്നും വ്യത്യസ്ത രൂപത്തിലാണ് പ്രകടമാവുക. ഇതിന് ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇതാണ് ആ അളവ്, ഇതാണ് അതിന്റെ ശരി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് അപൂർണമായിട്ടുള്ള അളവാണ്, അപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഈ പഞ്ചീകരണം, ഇതിനെ പഞ്ചീകരണം എന്ന് പറയുന്നത് അഞ്ചാക്കി മനസ്സിലാക്കുന്നത്. ഈ പഞ്ചീകരണം എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ല. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതിനെ നമ്മൾ ഈ ആത്മയാനത്തിന്റെ തുടക്കത്തിലെ ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു സ്പർശനീയ ആത്മം എന്ന് പറഞ്ഞു. ആ സ്പർശനീയ ആത്മത്തിലെ ആ ആത്മം എട്ടിക്കടഞ്ഞാൽ സ്പർശനീയം എന്ന് പറയുന്നത് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നത്, ടാഞ്ചിബിൾ ആയിട്ടുള്ളത്. ആ ടാഞ്ചിബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഭൗതികം എന്ന് പറയുക. ദൃശ്യമായ വസ്തുക്കൾ, രൂപവും അതിന്റെ സാന്നിധ്യവും ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയാൻ കഴിയുമ്പോൾ നമ്മൾ അതിന് ടാഞ്ചിബിൾ എന്ന് പറയും. ഈ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, അതിനൊരു ക്രമമുണ്ട്, അതിനൊരു ഘടനയുണ്ട്, അതിന് വ്യത്യസ്തമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം അതിന്റെ ഓർഗനൈസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ സംഘടനാത്മകം എന്ന് പറയുന്നത്. ഘടന നൽകിയ ഒരവസ്ഥ. അങ്ങനെ ഘടന നൽകി ഒരു രൂപം നൽകിയിട്ടുള്ള ഈ വസ്തുവിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവും.
പ്രവർത്തനാത്മക ഫങ്ഷണൽ എന്ന് പറയുന്ന ഒരവസ്ഥ. അവിടെ അതിന് ചലനവും പ്രവർത്തനവും ഉണ്ടാവും. സജീവമായിട്ടുള്ള പലതും പ്രകടിപ്പിക്കും. അത് എന്താണോ ചെയ്യേണ്ടത് അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ചെയ്തുകൊണ്ടിരിക്കും. ജീവന്റെ സ്വഭാവം അല്ലേ, നമ്മളൊക്കെ അങ്ങനെയല്ലേ, ചെയ്യേണ്ടത് മാത്രമല്ലോ ചെയ്യേണ്ടാത്തതും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഫങ്ഷണൽ എന്ന് പറയുന്നത്, പ്രവർത്തനാത്മകം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം എവിടെ വരെ പോകണം, എവിടെ വരെ പോകരുത് എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ നിയന്ത്രണാത്മകം ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. അതിന് എത്ര വരെ പോകണം, എത്ര വരെ പോകരുത് എന്നുള്ള കാര്യത്തിൽ പരിസരത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരവസ്ഥ. അത് പലതിനും ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നു, ക്രമീകരിക്കുന്നു, സ്വയം നിയന്ത്രിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിയുടെ ഒരു തലം, ബോധത്തിന്റെ ഒരു തലം അവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് അത് ഏതളവിൽ പ്രവർത്തിക്കണം, എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഊർജത്തിന്റെയും ജീവന്റെയും ഒരു തലമുണ്ട്, ജീവപ്രവാഹത്തിന്റെ ഒരു തലമുണ്ട്. അതിനെ ചൈതന്യാത്മകം എന്ന് പറയുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 5 അവസ്ഥയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 5 അവസ്ഥയിൽ ചെയ്യാം. ഇതിനെ ഭൗതികം എന്നാണ് നമ്മൾ പറയുക. അതല്ലാത്ത 5 അവസ്ഥകൾ നമ്മളിപ്പോ പറഞ്ഞു. ഇതൊന്നും അല്ലാത്ത ഇനിയൊരു 5 അവസ്ഥകളുണ്ട്. സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം എന്ന് പറയുന്നത് 5 വേറെ മാനങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത മാനങ്ങളിൽ, വ്യത്യസ്ത സ്വഭാവങ്ങളിലാണ് ഒരു സത്ത ഇവിടെ നിലനിൽക്കുന്നത്. പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പ്രകൃതിയിലെ ഓരോ സത്തയും, പ്രകൃതിയിലെ ഓരോ വസ്തുതകളും ഈ പഞ്ചീകരണത്തിൽ വഴങ്ങിയാണ് നിൽക്കുന്നത്. പലതരം പഞ്ചീകരണങ്ങളിലൂടെ, ഈ മുമ്പേ പറഞ്ഞ 3 തരം പഞ്ചീകരണങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അത് അവിടെ നിലനിൽക്കുന്നത്. ഇതിലൊന്നിനെയാണ് നമ്മൾ തിരിച്ചറിയുക. ഇതിലൊന്നിനെ മാത്രമാണ് തിരിച്ചറിയാൻ പറയാൻ കഴിയില്ല. പലതരം പഞ്ചീകരണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവയെല്ലാം കൂടെ ചേർന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനാണ് ബഹുമാനം. ഒന്നിലധികം മാനം, അളവുകൾ. ആ ഒന്നിലധികം മാനങ്ങൾ ഉള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടറിയുന്ന ഒരു കാഴ്ചയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് വ്യത്യസ്തങ്ങളാണ്, വിവിധങ്ങളാണ്. ഇവയെല്ലാം കൂടെ ചേർന്നതാണ്. നമ്മുടെ ദൃശ്യതലത്തിനും അപ്പുറത്തും മറ്റളവുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തെ മനസ്സിലാക്കാനാവുക. ഓരോ അളവും ഈ സമഗ്രമായ ടോട്ടാലിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ കാണുന്ന ഒന്നിന്റെ ആ ടോട്ടൽ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സമഗ്രതയുടെ ഭാഗമാണ്. ഈ സമഗ്രതയുടെ ഭാഗമായി ഇരിക്കുന്ന ഓരോ അളവും അവിടെ പ്രസക്തമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഓരോ അളവുകളും ചേർന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരളവിനെ കണ്ടിട്ട് ഇതാണ് സത്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അല്ലാതല്ല. പക്ഷെ ആ സത്യം പൂർണ്ണമല്ല. മറ്റ് സത്യങ്ങളും മറ്റ് അളവുകളും കൂടെ ചേർന്ന് വരുന്നതിന്റെ ആകത്തുകയാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ യാഥാർത്ഥ്യത്തിന് ബഹുമാനം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതില് ഇപ്പോ കീ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിയാലിറ്റി ഈസ് മൾട്ടി ഡയമെൻഷണൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പ്രകൃതി എന്ന് പറയുന്നത് ബഹുമാനമായിട്ടുള്ള പ്രകടനമാണ്, പല മാനങ്ങളുള്ളതിന്റെ പ്രകടനമാണ്. അതിൽ നമുക്ക് എന്ത് കണ്ടറിയാൻ കഴിയും, അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ പരിമിതിക്കനുസരിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കും. നമ്മുടെ പരിമിതി വിട്ട് നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് അതിനനുസരിച്ച് വിപുലപ്പെട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാം. നമ്മൾ കാണുന്ന ഓരോ അളവും സമഗ്രതയുടെ ഒരു രൂപമാണ്. സമഗ്രത എന്ന് പറയുന്നത് ആ ടോട്ടാലിറ്റിയാണ്, ടോട്ടാലിറ്റിയുടെ ഒരു രൂപമാണ്. അപ്പൊ സമഗ്ര ബോധം എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയാൻ കഴിഞ്ഞാലും കണ്ടറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു വിപുലപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അതിലെ ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത് എന്ന തിരിച്ചറിവാണ്. മറ്റളവുകൾ അവിടെ ഉണ്ട് എന്നുള്ള അംഗീകാരമാണ്, സമ്മതമാണ്. ആ സമ്മതത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആ ടോട്ടലിനെ ഉൾക്കൊള്ളാനാവും. അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് യാഥാർത്ഥ്യത്തിന് നിങ്ങൾക്ക് കണ്ടറിയാവുന്ന അളവുകൾ മാത്രമാണോ ഉള്ളത്, അതോ അതിലധികം അളവുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ്. നിങ്ങൾക്ക് കണ്ടറിയാവുന്ന അളവുകൾ മാത്രമല്ല ഉള്ളത്, അതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് തന്നെ നിങ്ങൾക്ക് കണ്ടറിയാവുന്നതെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിൽ അതിലും അധികമായിട്ട് പ്രകൃതിക്ക് വിപുലപ്പെട്ട മാനങ്ങളുണ്ട് എന്നുള്ളതാണ്.
പ്രകൃതിക്ക് പഞ്ചമാനങ്ങളുണ്ട്. പഞ്ചമാനങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചകം ഉപയോഗിച്ചുകൊണ്ട്, പഞ്ചീകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള 5x5x5 എന്ന് പറയാവുന്ന ഒരളവിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക്, ധിഷണയ്ക്ക് നിരക്കുന്നതാണ് ഈ 5x5x5 എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തായിരിക്കും യാഥാർത്ഥ്യം. എന്നുവെച്ചാൽ നമ്മളെ ഈ വ്യാഖ്യാനിച്ചെത്തുന്ന ഈ ഒരു തലം ഉണ്ടല്ലോ, ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു തലമാണ്, നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു തലമാണ്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ടറിയുന്നതെല്ലാം ഫൈനലാണെന്ന് ദയവേത് വിചാരിക്കരുത്. അപ്പോ മനസ്സിലാക്കുക, പ്രകൃതിക്ക് പഞ്ചമാനങ്ങളുണ്ട്, പഞ്ചീകരണമുണ്ട് എന്നത് മനസ്സിലാക്കുക. അപ്പൊ പ്രകൃതി പ്രകടിപ്പിക്കുന്നത് ഈ പഞ്ചീകരണത്തിലൂടെയാണ് എന്നതും മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.